ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PM കിസാൻ സമ്മാൻ നിധിയുടെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പം എല്ലാവർക്കും അറിയാം, PM കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞാൽ വാർഷികം 6000 രൂപ കർഷകർക്ക് കിട്ടുന്ന ഒരു സ്കീമാണ് PM കിസാൻ സമ്മാൻ നിധി. ഇത്രയും വർഷമായിട്ട് 3 ഗഡുക്കളായിട്ടാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കൊടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 3 ഗഡുക്കളായിട്ടെന്ന് പറയുമ്പോൾ 2000 രൂപ വെച്ച് ഒരു വർഷം 6000 രൂപ കിട്ടുന്ന രീതിയിൽ 19ാം ഗഡു എന്ന് കിട്ടും. നീ ഈ 6000 രൂപയെന്ന് 8000 10,000 രൂപയാക്കുമോ? PM കിസാന്റെ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഇന്നത്തെ വീഡിയോ കൂടെ പറയുന്നതാണ്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. പുതിയ കൂട്ടർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ് നമുക്ക് 19ാം ഗഡു കിട്ടാൻ പോകുന്നത്. 2000 രൂപ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ സ്കീമിൽ ചേർന്ന എല്ലാ കർഷകർക്കും കിട്ടുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധിയിലുള്ള അംഗങ്ങൾക്ക് വേറെ കുറെ സന്തോഷ വാർത്തയും കൂടെ ഉള്ളതാണ്. മുൻ വർഷങ്ങളിലെ അറിയിപ്പുണ്ടായിരുന്ന കണക്ക് ഈ 6000 രൂപയെന്ന് ആ തുക വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചേക്കാം. അങ്ങനെ ഒരു സൂചനയാണ് കിട്ടിയിരിക്കുന്നത്. ഫെബ്രുവരി 1 ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷകർക്ക് 8000 രൂപ മുതൽ 10,000 രൂപ വരെ ഉള്ള സ്കെയിലിലേക്ക് തുക വർദ്ധിപ്പിക്കാൻ ആണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ തുക വർദ്ധിപ്പിക്കുമോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഫെബ്രുവരിയിൽ നമുക്ക് അറിയാൻ സാധിക്കും. നല്ലൊരു സഹായമാണ് ഇങ്ങനെ ഒരു കർഷകർക്ക് പൈസ കൊടുക്കുന്നതിൽ. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെന്റ് വല്ലതും കൂടുമ്പോൾ തന്നെ 8000 രൂപ നമുക്ക് കിട്ടുമ്പോൾ ഒരു ആശ്വാസമാകും എല്ലാ കർഷകർക്കും. ഇനി അടുത്തൊരു അപ്ഡേറ്റ് ആണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ കർഷകർക്കുള്ള ഒരു വലിയൊരു ആനുകൂല്യമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. 3 ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുന്നത്. അതിൽ 2 ലക്ഷം രൂപ വരെയാണ് വായ്പയെങ്കിൽ ഈടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്ന നമ്മളെ കർഷകരുടെ ഭൂമിയുടെ വിസ്തീർണം അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിളയുടെ അനുസരിച്ചാണ് ബാങ്കുകൾ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് മുഖേന വായ്പ നൽകുന്നത്. ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ATM കാർഡ് പോലത്തെ ഒരു കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നമുക്ക് ലഭ്യമാകുന്ന വായ്പാ തുക എത്രയാണോ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പകുതിയായിട്ടോ നമുക്ക് ATM വഴി പിൻവലിക്കാവുന്നതാണ്. അപ്പം നമ്മൾ എത്ര തുകയാണോ പിൻവലിക്കുന്ന അതിനനുസരിച്ചുള്ള പലിശ മാത്രം നമ്മൾ അടച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന തുക അത് നിശ്ചിത ഉപയോഗത്തിന് ശേഷം തിരിച്ച് അതേ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ അങ്ങനെ പലിശ നമുക്ക് കുറച്ച് എടുക്കാനും അവസരമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി കൂടി ഇതിൽ ഉള്ളത് കൊണ്ട് നമുക്ക് 4% മാത്രമേ ഇൻട്രസ്റ്റ് വരുള്ളൂ വർഷം തോറും. PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അങ്ങനെ നമുക്ക് നല്ലപോലെ ഇതിൽ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് കിസാൻ സമ്മാൻ നിധിയുടെ അപ്ഡേറ്റ്സ് എല്ലാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ 19ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ വരുന്ന മാസങ്ങളിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. തുക കൂട്ടോ ഇല്ലയോ എന്ന് നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ മറ്റു കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.